മന്ത്രി പി.സി. വിഷ്ണുനാഥ് സംഭവസ്ഥലം സന്ദർശിക്കുകയാണ്. ബിന്ദു കൃഷ്ണയും ഒപ്പമുണ്ട്. അപകടമുണ്ടായ സ്ഥലത്തേക്ക് മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി.സി. വിഷ്ണുനാഥും. അപകടമുണ്ടായ സ്ഥലത്ത് ആണ് മന്ത്രിമാർ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒപ്പം MP കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, മന്ത്രി ബിന്ദു കൃഷ്ണ, പി.സി. വിഷ്ണുനാഥ്. അപകടം നടന്ന സ്ഥലം, അതിൻ്റെ അപകടം നടന്ന രീതിയൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. പ്രദേശവാസികൾ ഒപ്പമുണ്ട്. അല്പസമയത്തിനകം പക്ഷേ അവരുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്തായാലും വലിയ അപകടം തന്നെയാണ് നടന്നത്. പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ വരുന്ന സമയമായിരുന്നു. അവിടെ അപകട സമയത്ത് അപകടം നടന്ന് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിയ ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ മന്ത്രിമാർ പി.സി. വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. അവരുടെ പ്രതികരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപകട സ്ഥലത്ത് മന്ത്രിമാർ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരുടെ പ്രതികരണം അടക്കം നിയമസഭ ഒഴിവാക്കിയാണ് ഞാനും ബഹുമാന്യയായ മന്ത്രി ബിന്ദു കൃഷ്ണ ഇവിടേക്ക് എത്തിയത്. സംഭവത്തിന്റെ ആ സമയം മുതൽ തന്നെ ബഹുമാനപ്പെട്ട MP ഇവിടെ ഉണ്ടായിരുന്നു. പ്രാഥമികമായി പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. അമിത വേഗത്തിൽ വന്ന വാഹനം ഈ ബൈ റോഡിൽ നിന്ന് തിരിയുമ്പോഴത്തേക്കും ആക്സിഡന്റ് ഉണ്ടായി. അതേസമയം തന്നെ അമിത വേഗം തന്നെയാണ് ഇത് മറ്റ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മറ്റു കാര്യങ്ങൾ പോലീസ് അതിന്റെ തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോ പരിക്കു പറ്റിയ മുഴുവൻ ആളുകളുടെയും ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് നൽകുന്ന സഹായം സംബന്ധിച്ച് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ട്. ക്യാബിനറ്റ് ഡിസിഷൻ വേണ്ട കാര്യമാണ്. കാരണം ഡിസാസ്റ്റർ അല്ലാത്തതുകൊണ്ട് അപകടമാണ്. അതും ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സഹായത്തെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനവും ഉണ്ടാകും. ഇതാണ് പ്രാഥമികമായിട്ട് ഇപ്പോൾ പറയുന്നത്. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് പരിക്കേറ്റവർ മിനിസ്റ്റർ വിശദീകരിച്ചതുപോലെ തന്നെ അതിദാരുണമായൊരു അപകടമാണ് ഉണ്ടായത്. കേരളത്തിൽ എല്ലായിടത്തും ടിപ്പർ ലോറികളുടെ, പ്രത്യേകിച്ച് ഇതുപോലെ ലോഡ് കയറ്റുന്ന ലോറികളുടെയൊക്കെ അമിത വേഗതയെക്കുറിച്ചും തുടർന്നുണ്ടാവുന്ന അപകടങ്ങളെക്കുറിച്ചും പലപ്പോഴും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും സർക്കാരുകൾ ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും സ്കൂൾ ടൈം, ഇപ്പോൾ കേരളത്തിൽ 7 മണി മുതൽ തന്നെ കുഞ്ഞുങ്ങൾ സ്കൂളുകളിൽ പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇതിന്റെ ലോഡ് കയറ്റിയുള്ള വണ്ടികൾ വരുന്നത് തീർച്ചയായും ഭീഷണി തന്നെയാണ്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഗവൺമെന്റ് ഗൌരവമായി തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും ഇനിയൊരു അപകടം ഉണ്ടാതിരിക്കാനുള്ള പരമാവധി മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ മിനിസ്റ്റർ വിശദീകരിച്ചു. പ്രിയപ്പെട്ട MP സംഭവം അറിഞ്ഞ സമയം മുതൽ ഇവിടെയുണ്ട്. ഇവിടുത്തെ എല്ലാ ജനനേതാക്കന്മാരും ഉണ്ട്. തീർച്ചയായും വേദനയുണ്ട്. മരണത്തിലും അതുപോലെ തന്നെ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ള ഇതുവരെ എല്ലാം ചികിത്സാ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധിക്കും. ഈ പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ് മിനിസ്റ്റർ? പരിക്കേറ്റവരുടെ അവസ്ഥ എങ്ങനെയാണ്? ഒരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. 2 പേരുടെ മുതിർന്നവർക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ബാക്കി കാര്യങ്ങൾ ഇന്ന് ആശുപത്രിയിലേക്ക് പോകും. ഡ്രൈവറുടെ വണ്ടി ഓടിച്ച ഡ്രൈവറുടെക്കും ഗുരുതരാവസ്ഥയിലാണ് ഉള്ളത്. കൗശൽ എന്ന ഒരു കുട്ടി, കൗശൽ എന്ന് പറഞ്ഞ ഒരു കുട്ടിക്കും അത് പുനഃപരിശോധിക്കേണ്ടതാണ്. സ്കൂളിൽ രാവിലെ ട്യൂഷനും ഒക്കെ ആയിട്ട് രാവിലെ കുട്ടികൾ ഇറങ്ങുന്നതാണ്.
രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്കൂൾ സമയം, രണ്ട് ഇതിന്റെ അമിത വേഗം. ഇത് കൂടുതൽ തവണ ഈ മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഇത് വേഗം കൂട്ടി ഇതിന്റെ ഇത് നടത്തുന്നത്. പരമാവധി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിൽ വരുന്നതുകൊണ്ടാണ്. ഈ സാഹചര്യത്തിൽ അത് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ആ കാര്യം ഗവൺമെന്റ് പരിശോധിക്കുന്നത്. 2 മണിക്കും 3 മണിക്കൊക്കെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വാഹനോടിയാണ്. അതെ അതെ. അത് ലോറികളുടെ അമിത വേഗതയെ കുറിച്ച് മുമ്പ് പലതവണ പരാതികൾ ഉയർത്തിയിട്ടുണ്ട്. അപകടം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെയും ഒരു നടപടി അല്ല, അത് ഇത്തവണ ഇപ്പം ഓരോ ഘട്ടത്തിലും അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് എടുക്കുകയും അതിന്റെ ഒരു സമയക്രമം കുറച്ച് സമയം ഒന്ന് മാറിക്കഴിയുമ്പോൾ വീണ്ടും ലൂസാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുണ്ടാകാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിറ്റ്നസ് അടക്കം നേടുമ്പോൾ വാഹനങ്ങൾക്കുള്ളിലുള്ള നല്ല ടയറുകളും നല്ല കാര്യങ്ങളുമാണ്. പക്ഷേ ഈ ഫിറ്റ്നസിന് ശേഷം നിരത്തിൽ നൽകുന്ന വാഹനങ്ങൾ, ഈ വാഹനത്തിനടക്കം റീറ്റെയിൽ ചെയ്ത ടയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇന്നത്തെ സ്പീഡ് ബ്രേക്ക് അടക്കം കട്ടിയിരിക്കുന്നതാണ് പ്രാഥമിക മോട്ടോർ വാഹനങ്ങൾ പറയുന്നത്. ഈ ഫിറ്റ്നസിന് ശേഷം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടെത്താൻ മാത്രം അതിന്റെ സമയക്രമവും കൂടുതലായി ക്രമീകരിക്കും. കാരണം ഇതിനകത്ത് കഴിഞ്ഞിറങ്ങിപ്പോയി പിന്നീടുണ്ടാകുന്നത് ഞാൻ കണ്ടില്ല. എന്നോട് പറഞ്ഞത് വളരെ മോശം ടയറാണ്. അത് ഈ ഫിറ്റ്നസ് കൊടുത്തിട്ടേ അത് വീണ്ടും ഇവർ ചെയ്യുന്നത് പഴയ ടയറിട്ട് ഓടിക്കുകയാണ്. മനസ്സിലായി. ഫിറ്റ്നസിന് വേണ്ടിയിട്ട് പുതിയ ടയർ ഉപയോഗിക്കുക, ഫിറ്റ്നസ് കഴിയുമ്പോൾ മാറ്റി വീണ്ടും പഴയ ടയർ ഉപയോഗിക്കുക. ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന അടക്കമുള്ള ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ അതെല്ലാം തന്നെ പരിശോധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തി തീരുമാനങ്ങൾ എടുക്കും. താങ്ക് യു. മന്ത്രിമാരുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളവരുടെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. ഒപ്പം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ഉൾപ്പെടെ ഉള്ളവ അത് മന്ത്രിസഭയാണ് തീരുമാനമെടുക്കേണ്ടത്. അക്കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നാട്ടുകാർക്ക് വലിയ പരാതികൾ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശത്ത് നിന്ന് വ്യാപകമായി മണ്ണെടുക്കുകയും അങ്ങനെ രാത്രിയേറെ വൈകിയുമൊക്കെ ടിപ്പറുകൾ ഈ വഴിയിലൂടെ കടന്നു പോകാറുണ്ട് എന്നതാണ്. ഇതാണ് ഈ അപകട സമയത്ത് ബുള്ളറ്റ്. പക്ഷേ അവിടെ ആ സ്ഥലത്ത് നിന്നുള്ള പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് ഈ ബുള്ളറ്റിലേക്ക് വന്നിടിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അല്ലാതെ ബുള്ളറ്റാണോ അപകടത്തിന് കാരണമാക്കിയത് എന്നതിൽ വ്യക്തതയില്ല. ഒരു പക്ഷേ പരിസര പ്രദേശങ്ങളിൽ ഇനി CCTVയോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ കൂടുതൽ വ്യക്തത കൈവരും. ഈ ബുള്ളറ്റ് ഓടിച്ചിരുന്ന വ്യക്തിയുടെ ആരോഗ്യാവസ്ഥയിലും സ്വാഭാവികമായും നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട്. ബുള്ളറ്റിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ ബുള്ളറ്റും മണ്ണിലായിരുന്നു എന്ന് വേണം. ഒപ്പം നേരത്തെ അപകട സമയത്ത് അവിടെ എത്തിയവരുടെ പ്രതികരണങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ അങ്ങേയറ്റം മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ്. കൊച്ചുകുട്ടിയായിരുന്നു, ആ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് എന്നൊക്കെ പറയുമ്പോഴാണ് ഈ തീവ്രത. ഇത് പാസ് ഇല്ലാതെ ഓടുന്ന ലോറിയാണ് എങ്കിൽ, പെർമിഷൻ ഇല്ലാതെ ഓടുന്ന ലോറിയാണ് എങ്കിൽ തീർച്ചയായും ഇതിനെ കൊലക്കുറ്റം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതായി വരും. വാഹനങ്ങൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.